ഹായ് ഹലോ, ഞാൻ ഇന്നൊരു വെറൈറ്റി മാഗി റെസിപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് മാഗി ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ എടുത്തിരിക്കുന്നു നോക്കിയാലോ. പാൻ ചൂടാക്കിയതിലേക്ക് സവാള അരിഞ്ഞതും ചെറുതായി കട്ട് ചെയ്ത ഉരുളൻകിഴങ്ങും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിന് ആവശ്യത്തിനായ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഉരുളൻകിഴങ്ങ് വെന്ത് കിട്ടാനുള്ള വെള്ളമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഉരുളൻകിഴങ്ങ് വെന്ത് കിട്ടുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇതാ കുറച്ചൊക്കെ വെള്ളം വറ്റി ഉരുളൻകിഴങ്ങ് ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഇതപ്പോൾ നമ്മളെ പാകത്തിനായിട്ട് ഉരുളൻകിഴങ്ങ് വെന്ത് കിട്ടി. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ചേർക്കുന്നത് മാഗിക്ക് ആവശ്യമായ വെള്ളമാണ്. അപ്പോൾ മാഗിക്ക് എത്രയാണ് വെള്ളം വേണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്താൽ മതി. നിങ്ങൾ എത്ര മാഗി എടുക്കുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ചേർക്കുക. എന്നിട്ട് അതിലേക്ക് മാഗിയുടെ മസാല പൊട്ടിച്ചിട്ട് ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് വെള്ളം തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ചേക്ക് നമ്മൾ മാഗി ആഡ് ചെയ്ത് കൊടുക്കുന്നു. മാഗി വെന്ത് കിട്ടുന്ന വരെ നമുക്കൊന്നുകൂടി ഒന്ന് സെറ്റാക്കി കൊടുത്ത് വെന്ത് കിട്ടുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. മാഗി പിന്നെ പെട്ടെന്നാവുമല്ലോ, ഒരു 5 മിനിറ്റ് 4 മിനിറ്റ് മതി. മാഗിത്തെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഈ വെള്ളം വറ്റി വരുന്ന ടൈമിൽ ഞാൻ വേറൊരു പാക്കറ്റ് മസാലയും കൂടി പൊട്ടിച്ചിടുന്നുണ്ട് കേട്ടോ. ഞാൻ തന്നെയാണ് ഫോൺ കൊണ്ട് വീഡിയോ എടുക്കുന്നതും ഇത് ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ അതിൻ്റേതായ ചെറിയ മിസ്റ്റേക്കൊക്കെ കാണും. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മാഗിയിലെ വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ പിടിച്ച് നമുക്ക് മാഗി നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് മാഗി ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്കത് അത്ര വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കാതിരുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.